Hi guys, welcome back to our channel. So ഇന്നൊരു സ്മോൾ വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ കാണാം നമ്മൾ എവിടേക്ക് പോണ്, എങ്ങനെ പോണെന്നൊക്കെ കാണാം. ബൈ. അപ്പോൾ ഇല്ലും ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് റെസ്പോൺസ്? നല്ല റെസ്പോൺസ് അല്ലേ? എല്ലാവരും എന്താ പറയുന്ന അഭിപ്രായം? വാങ്ങിയവരൊക്കെ നല്ല 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 അഭിപ്രായമാണ്, നല്ല പെർഫ്യൂമാണ്. സോ ഇതുവരെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ പോസിറ്റീവ് ഫീഡ്ബാക്കാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ പെർഫ്യൂമിന്റെ വിന്നറാണ് ആരാണെന്നൊക്കെ. ഞാൻ നോക്കി, പക്ഷെ ആർക്കും ഇപ്രാവശ്യം ഇലക്ഷന്റെ റിസൾട്ട് അൺപ്രഡിക്റ്റബിൾ റിസൾട്ട് ആയതുകൊണ്ട് ആർക്കും കിട്ടിയില്ല. +or-3 വെച്ചിട്ടാണ് ഞാൻ കൂട്ടിയത്. ലൈക്ക് അവർക്ക് കിട്ടിയ എത്ര സീറ്റാണ് കിട്ടിയത്? 102. അപ്പൊ 102ന്റെ +3യും -3 നോക്കിയിട്ട്, അതേപോലെ ബാക്കിയുള്ള പാർട്ടിന്റെ +3 -3 നോക്കിയിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ നിർഭാഗ്യവശാല് ആ പെർഫ്യൂം ആർക്കും കിട്ടിയില്ല. പക്ഷെ ആരും വിഷമിക്കണ്ട, നമ്മൾ ഇനിയും പുതിയ എന്തൊക്കെ ചാലഞ്ചായിട്ട് വരുന്നതാണ് അല്ലേ. നമ്മൾ ഇതിന്റെ ബാക്കിലോട്ട് തള്ളി. നമ്മറാ സാധാരണ കിഡ്സ് ബാക്കിലിരിക്കാൻ പാടില്ല, മുന്നിലിരിക്കാൻ പാടില്ലല്ലോ. ബെൽറ്റ് അല്ലയോ ഇവര് പോലീസ് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചെറിയ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് അവിടെ എന്താണ് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒന്ന് പോയി കുറച്ച് ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്ത് നെക്സ്റ്റ് നമുക്കൊരു ചെറിയ അപ്കമിങ് ഇവൻറ്റ് ഉണ്ട്. എന്താണ് അപ്കമിങ് ഇവൻറ്റ്? കല്യാണം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് നോക്കണം. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനിലാണ്, ഇവിടെ നിന്ന് എടുക്കണോ നാട്ടിൽ നിന്ന് എടുക്കണോ. അപ്പോൾ ഇവിടെ നമ്മൾ ഷാർജ റോളിൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വിനായക് എന്നാ തന്നെ എന്തോ അങ്ങനെയാണ്, എനിക്കറിയില്ല. അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് പോയി നോക്കാം. നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഇത് എവിടെയാണ്? കീർത്തി റെസ്റ്റോറൻറ്റ് അല്ലേ? കീർത്തി റെസ്റ്റോറൻറ്റ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷാർജയിലെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. വാ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള വിവരം. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണേ. ഇപ്രാവശ്യം കഴിഞ്ഞ വ്ളോഗിൽ എന്തായിരുന്നു? ബിരിയാണി. ഇപ്രാവശ്യം ബിരിയാണിയാണോ? അല്ല, ഇപ്രാവശ്യം ബിരിയാണി സമയം ഏകദേശം 4 മണി കഴിഞ്ഞ്. നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ ഇപ്രാവശ്യം അല്ലേ 4 മണി ആയിക്കണ്. അപ്പോൾ മീൽസും ബിരിയാണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ പറഞ്ഞു. പൊറോട്ടയും കറി ആക്കാനാണ് ഫിക്സ് ചെയ്തത്. ചമ്മറിൻ്റെ കറിയാണ്. നല്ല മത്തിക്കറിയും പൊറാട്ടയില്ലേ? വെള്ളം വരുന്നില്ല, ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കറി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ല ചൂടാണ്. ചൂടുള്ള പൊറോട്ട എങ്ങനെ എടുക്കാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് മീന് നോക്കട്ടെ. ഈ പൊറോട്ട ഇങ്ങനെ ഇതാവണം, എന്താ പറയാ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് പോയി എടുത്തിട്ട് ആ ചൂടാട്ടാ ഈ കറിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഓക്കെ. ഈ മീൻ ഇങ്ങനെ അങ്ങോട്ടൊക്കെ മീൻ ഇങ്ങനെ പൊളിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട്? ഇല്ല വേറെ ലെവലോ. നല്ല പൊറാട്ടി, നല്ല മത്തിക്കറിയുണ്ട്. അയ്യടാ, ഞാൻ കഴിക്കണത് എടുക്ക ഒരു ഷോട്ട്. കള്ള ഇല്ല മീൻ പണ്ടൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക് മിഠായില്ലേ? ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഒരുപാട് മുട്ടായി മേടിച്ചു. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മണി അടിക്കാൻ ഇവിടെ പിടിക്ക് അങ്ങനെ അതാ ആ അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? മണി നമ്മളെ മനസ്സ് നിറഞ്ഞാൽ അവിടെ മണി അടിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പം ഞാനും ഞമ്മും ഇങ്ങനെ ഓടി പോവാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലേ? ആ കിടന്നു. ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ റോഡിൽ പോവാ, ഡ്രസ്സൊക്കെ പോവാണേ. നമ്മൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പോയോക്കാം എന്താ അവസ്ഥ. ഡ്രസ്സ് എടുക്കാൻ പോയോക്കാം. അപ്പൊ ഇനി റോളേക്ക് ഫുഡ് കഴിച്ചു. അപ്പൊ ഇനി എവിടുക്ക റോളേക്ക് അല്ലേ? റോള ഷാർജ റോളയിലോട്ട് പോവാൻ. ഹായ്. ഞാൻ അവിടെ തിരി കാണാൻ ബാക്കിയുള്ള വിശേഷം. ഈ ഏരിയ ഫുള്ള് ഡ്രസ്സിന്റെ ഏരിയ ആണ്. ഇങ്ങനത്തെ പാർട്ടി വെയർ ഡ്രസ്സസ് ഒക്കെ ഉള്ള ഏരിയ. പോയോക്കാം എന്താ അവസ്ഥ. അങ്ങനെയൊക്കെയാണ് സാധനം സെലക്ട് ചെയ്തു. ഇനി തിരിച്ചു പോവാണ്. നമ്മൾ കൺഫ്യൂഷൻ അല്ല. എനിക്ക് ഇട്ടപ്പോൾ സാധനം ഇഷ്ടമായി, പക്ഷെ ഒന്നും കൂടി നോക്കണോ വേണ്ടേ എന്നുള്ളൊരു അങ്ങനെയല്ല. വേറെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ട് നല്ല കളറില്ലേ? നല്ലൊരു കളറ്. പിന്നെ അതുമല്ല നല്ല കളറ്, നല്ല നമ്മൾ ഓവർ വർക്കില്ല എന്ന വർക്ക് ഉണ്ടേനും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കയറി ഷോപ്പിൽ തന്നെ ഫസ്റ്റ് നോക്കിയാൽ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു ഇത് സാധാരണ അങ്ങനെ ഉണ്ടാവലില്ല. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് കയറിയ ഷോപ്പിൽ തന്നെ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഒന്നൊന്ന് കറങ്ങി നോക്കിയിട്ട് വാങ്ങാണ്. പക്ഷെ അത് എത്രയായിട്ടും സമ്മതിക്കുന്നു. പറഞ്ഞേ ഇഷ്ടപ്പെട്ട വാങ്ങിക്കോന്ന്. അപ്പോൾ പിന്നെ ഏതായാലും എനിവേ അതിന്റെ റിവ്യൂല് കല്യാണത്തിന്റെ ഡേ നമുക്ക് കാണാം അല്ലേ? രസമുണ്ട്. നീ നെക്സ്റ്റ് എടുക്കാം. ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗ്. നമ്മള് ഷോപ്പിന്റെ ഉള്ളിൽ നിർത്തില്ല. ഒരാളോട് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ അതിന്റെ പവണ. ഓക്കെ. സോ ചിലപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് എടുക്കും, അല്ലെങ്കിൽ വൈൻഡപ്പാണ്. ഫൈനലി ഗൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് സാധനം ഷോപ്പിംഗ് കാർട്ടിലിട്ടിരുന്നു. ബട്ട് ആകെ 2 കവറാണ് ഫൈനലായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സോ ഇനി നേരെ വീട്ടിലോട്ട്. ഫൈനലി നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞ് ഗ്രോസറിയൊക്കെ വാങ്ങി നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? വീട്ടിൽ പോവാണേ. സോ ഇനി ഒരുപാട് ചാനൽസ് ആയിട്ട് വരുന്നതാണ്. അതുവരെ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവരും ചാനൽ അതന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. എന്തെന്താ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ. എല്ലാവരും ബൈ പറയും. ബൈ.